call him onto the stage. That is a very cute picture actually. So അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. All right. Yes. What's your name? What's your name? Jayasuriya. Jayasuriya. Okay, Jayasuriya നമ്മുടെ പ്രിയപ്പെട്ട ചോവിയുടെ ഒരു cute picture വരച്ചിട്ടുണ്ട്, including his family members, and I think it's super amazing. Thank you. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് വന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ? മിസ്റ്റർ അൺലക്കി ഗയൻ. എന്തോന്നാണ് ഇത്രയും കഴിവുള്ള ഒരാൾ ഒരിക്കലും സ്വയം അൺലക്കി ഗൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. Definitely, I think now he will take it on. Yes. Thank you very much, Jayasuriya. It was our pleasure. Okay, 2024 എന്ന് പറയുന്നത് ടൊവിനോ തോമസ് എന്ന അഭിനേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷമാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? എല്ലാ വർഷവും ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും നല്ല വർഷമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും എനിക്ക് ആസ് എൻ ആക്ടർ വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നോട് ആളുകൾ കൂടുതൽ സ്നേഹം ഓരോ വർഷവും പോകുന്തോറും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഒരേപോലെ എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു ബ്രോ. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. ഈ 2025 ആണ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ARM എന്നുള്ള സിനിമ അന്വേഷിപ്പിക്കേണ്ടതും ഇന്ന് 2 സിനിമകൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ കഴിയാൻ പോകുന്ന ഈ 2024 എനിക്ക് വളരെയധികം സ്നേഹവും അപ്രിസിയേഷനും നേടിത്തന്നതാണ്. പ്രത്യേകിച്ച് ARM എന്നുള്ള സിനിമയിൽ എനിക്ക് 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൽ ഒന്ന് പാളിപ്പോയാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. പക്ഷെ അതെല്ലാം 3ഉം ഒരുപോലെ സ്വീകരിക്കുകയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി ആ സിനിമ മാറ്റുകയും ചെയ്ത പ്രേക്ഷകരാണ്. അതുകൊണ്ട് എനിക്ക് 2024 തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. 2025 അതേപോലെ തന്നെ സ്പെഷ്യൽ ആകും എന്നാണ് എന്നുള്ള പ്രതീക്ഷ. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ അവസരത്തിൽ പറയണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അഖിലിൻ്റെ മനസ്സിനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ അഖിലിനെ എനിക്ക് 2014 7th ഡേ ചെയ്യുന്ന സമയം മുതലറിയാം. ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കട്ടപ്പണിയിലാണ് അഖിൽ. കാര്യം നമ്മൾ ഇച്ചിരി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും പല പ്രശ്നങ്ങളുണ്ടാവും. കാര്യം നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചിന്തിക്കുകയും അത് മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല സിനിമയുടെ ഫൈനൽ മിക്സ് ഇന്നലെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് 8:15 ഒരു മെസ്സേജ് അയച്ചേക്കാണ്. ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പും കയറ്റിക്കൊണ്ട് കിടന്നിരുന്ന അഖിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 12:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂരത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ട് അഖിൽ പറഞ്ഞത് വീണു എന്നാണ്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പടത്തിൻ്റെ പരിപാടികൾ തീരുന്നവരെ വീഴില്ല എന്നുള്ളതാണ്. വീണെങ്കിലും ഞാൻ പറഞ്ഞു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് വീഴാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ അഖിലിനോട് പറയുകയാണ് ഇവിടെ വെച്ച്. Thank you very much. Hats off to the entire team. First of all, welcome to Kerala, welcome to Cochin. Thank you. I hope you all are doing amazing. Thank you. Yes, so Identity is gonna hit the screen 2025. So I think this is going to be the first release of 2025 basically. I hope so. And what do you want to tell our audience? Go watch our movie. So ellarku first na pudu varsha aashamsagal wish panna pora. Wow. That was taught to me by Toby, Akhil and Anas. But thank you. Have a happy new year. We start off this year with Identity releasing on January 2nd. Poit Paranga. We've had a cracking movie with action, love, betrayal, trust, car chases, fights on airplanes, something new in Indian cinema. So for you, I hope it's going to be a great movie. Thank you so much. Hope you enjoy. Thank you. Thank you very much. But you know, we have been doing that villain roles in this super big budget movies, and we would love to know
what is that most, that thing that you choose in Identity? What was that hooking point for you that you came to Kerala and you wanted to work with these amazing people over here? So, Akhil came to Chennai. Akhil, Chennai வந்து எனக்கு ஸ்டோரி சொன்னாங்க. நான் அந்த டைம் வரைக்கும் நான் டோவின் மீட் பண்ணல. ஸ்டோரி சொல்லிட்ட உடனே நான் டோவிக்கு ஃபோன் அடிச்சுட்டு நான் சொன்னேன், என்ன இருந்தாலும் இந்த படம் பண்ணுறேன். So it is truly a big budget movie and I'm happy with it. And the team, Akhil, Anas, Chaman Chako, Akhil George, Jakes Bijoy, the technical team has been spectacular. And as you can see, it's lovely to watch on screen. So hope you're going to enjoy it. That's amazing. Well, I really want to ask you one last question. You said, you just called up Tovi and said, we are going to do this movie. So could you share anything, any experience with Tovino Thomas that which stuck in your mind? I can't share too many experiences because it was too funny. It was too much fun on the sets. In fact, Tovi, Akhil, Anas and me, we enjoyed ourselves from Dego. Always playing pranks on the set, having a blast. So I got to see Trishul for the first time. So that was lovely. That's amazing. Thank you very much. Thank you so much. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ടൊവിനോന്റെ കൂടെ ഒരു ലോങ് പാർട്ട്ണർഷിപ്പ് പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് വന്ന മൂവിയും ടൊവിനോന്റെ കൂടെ തന്നെയായിരുന്നു. എനിക്കൊന്ന് സെവൻത് ഡേയുടെ റൈറ്ററും ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ആ മൂവിയിലും ഉണ്ടായിരുന്നു. സോ വാട്ട് യു വാണ്ട് ടു ടെൽ ഈ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിനെ പറ്റിയും ആ ഒരു ജേർണിനെ പറ്റിയൊക്കെ? ഐഡൻറ്റിറ്റി ഇപ്പം നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട പോലെ കഥാപരമായി തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോർമൽ സാഹചര്യത്തിൽ പെർമിഷൻസ് കിട്ടാത്തോ അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റാത്തതായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ കഥ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അതിനൊരു വലിയൊരു ക്യാൻവാസ് വേണം എന്നതുപോലെ തന്നെ ആ വിഷനെ ഓൺ പേപ്പറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനൊരു ഇപ്പോഴത്തെ ഈ ട്രെയിലറും ടീസറും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൂർത്തിയാക്കിയ സിനിമയും പോലുള്ള സിനിമയാക്കി എടുക്കാൻ പറ്റും എന്ന് അതിൻ്റെ അത് ലൈൻസ് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനൊരു റൈറ്ററോ ഡയറക്ടറോ പറയുമ്പോൾ തന്നെ അതിനെ ആ ലെവലിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പോൾ അത് പറഞ്ഞത് വളരെ ശരിയാണ്. 2014 സെവന്തര എന്ന് പറയുന്ന സിനിമ എഴുതുമ്പോൾ ടൊവിനോ ഞാൻ പരിചയപ്പെടുന്നു. 2024 ഈ സിനിമ എഴുതി നിൽക്കുന്ന സമയത്ത് ഒരു 10 വർഷത്തെ ഒരു അടുപ്പവും പരിചയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എല്ലാ രീതിയിലുള്ളൊരു ബോണ്ടുള്ള ആളാണ് ടൊവിനോ. അപ്പോൾ എനിക്കും അനസ്കാനും ടൊവിനോ മാത്രമായിരുന്നു ഒരേ ഒരു ഓപ്ഷൻ. ടൊവിനോ മാത്രമാണ് ഇതിൻ്റെ കഥ കേട്ട ഒരാൾ. 2022 ഫെബ്രുവരി മിന്നൽ മുരളി റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൊവിനോ കഥ കേൾക്കുന്നത്. തല്ലുമാല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മുതൽ ഇന്നലെ അതിൻ്റെ അവസാന വാക്ക് കഴിയും വരെ ടൊവിനോ എന്ന് പറയുന്ന സുഹൃത്തും സൂപ്പർ സ്റ്റാറും ആക്ടറും കൂടെ നിന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ അനസ്കാനെ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ സാധ്യമായത്. സോ ടൊവിനോ മാത്രമാണ് ഐഡൻറ്റിറ്റിയിലെ ഹരൺ ശങ്കർ ആവാൻ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരാൾ. That's amazing. Well, thank you very much. Yes. പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ അതൊരു വലിയ സിനിമയാണ്. കുറേ അധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കുറേയധികം എഫേർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്ക്രീനിൽ പേ ഓഫ് ചെയ്യും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഈ ടീസേഴ്സും ട്രെയിലേഴ്സും ഒക്കെ കണ്ട് ആളുകൾക്കുണ്ടായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വരിക. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അതുകൂടാതെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാനുണ്ട്. ഈ ഒരു മൂവിയിൽ നമ്മൾ കാണും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തൃഷ. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നായിക, നടി, അഭിനേത്രിയൊക്കെയാണ് തൃഷ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മധുര ബേഡി ആൻഡ് ഓൾസോ വിനയ് റോയ്. യെസ്, ഹി ഈസ് ഹിയർ. അപ്പോൾ ഇങ്ങനെ ഒരു പച്ചം അമേസിങ് ആയിട്ടുള്ള കാസ്റ്റുള്ള ഒരു മൂവിയാണ്. ആൻഡ് ഇവരെയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. സോ ക്യാൻ യു പ്ലീസ് ഷെയർ ഫ്യൂ തിങ്സ് അബൌട്ട് ദാറ്റ്? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ബാക്കിയുള്ള നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയി മറ്റ് 2 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൊണ്ടും കോംപ്ലക്സിറ്റി കൊണ്ടും കഥയുടെ സിറ്റുവേഷൻസ് കൊണ്ടും ഈ 3 ക്യാരക്ടേഴ്സും വളരെ പിവട്ടൽ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ നമുക്ക് ടൊവിയെ പോലെ തന്നെ പെർഫോമൻസ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർഡും ഒക്കെയുള്ള ആളുകളുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി അധികം പേരുകൾ അധികം ചോയ്സസ് ഇല്ലെന്ന് തന്നെ പറയാൻ കാര്യം നമ്മൾ കുറച്ചധികം സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ വി റൈറ്റഡ് ഓൺ ടു ദ വെരി റൈറ്റ് പീപ്പിൾ. ഒന്ന് വിനയ് സാർ, പിന്നെ അതേപോലെ തന്നെ തൃഷ മാം. അപ്പോൾ ഇവർ 2 പേരുടെ കാര്യത്തിനകത്ത്
എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻറ്റൻസ് പെർഫോമൻസാണ്. എന്നാൽ അവർ പെർഫോം ചെയ്യുന്നത് വളരെ ഈസിലി നമുക്ക് കാണുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യുന്നത് വളരെ ഈസിയായിട്ടൊരു തോന്നും. പക്ഷേ ആക്ച്വലി പറഞ്ഞ പെർഫോമൻസും ഔട്ട് വളരെ ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനം തീർച്ചയായിട്ടും നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ബാക്കി നമ്മൾ ഞാൻ പറഞ്ഞത് ഇനീഷ്യൽ ഭാഗത്ത് സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് വളരെയധികം ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്ലേസ് പീരീഡ്. നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സാധനം വന്ന സമയത്ത് ഈ 3 സെൻട്രൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു മെയിൻ ഇതായിരുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിത്രം ഐഡൻറ്റിറ്റി ജനുവരി 2 തിയേറ്ററിലെത്തുകയാണ്. മഞ്ഞുമേൽ ബോയ്സിന് ശേഷം ഗോകുലം മൂവീസ് ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മൂവിയാണിത്. അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സോ ജനുവരി 2 വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം എത്തുകയാണ്. ഇവിടെ ഇന്ത്യക്ക് മുകളിൽ 17 കൺട്രീസിൽ ഒരേ സമയം ന്യൂ ഇയറിൽ ഈ പടം റിലീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിലെത്തുക, കാണുക, സപ്പോർട്ടേഴ്സ്. താങ്ക് യു.